നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പരപ്പച്ചാലിൽ കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസമായി പ്രവാസി വ്യവസായി. ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്തത്. ആശാ വർക്കേഴ്സ് AWFFI മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ചൌക്കി കമ്പാർ റോഡിലെ അപകടമുയർത്തുന്ന ഭാഗം നന്നാക്കുവാൻ നടപടിയൊരുങ്ങുന്നു. വാർഡ് മെമ്പർ ഷമീമ സാദിഖ് നൽകിയ ഇടപെടലിലെന്ന് INL. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. 7 ലക്ഷം രൂപയും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. കാസർഗോഡ് നഗരത്തിലെ ആശുപത്രികളിലെയും ഹോട്ടലുകളിലെയും മലിനജലം ഒഴുക്കിവിടുന്നത് ബങ്കരക്കുന്ന് കുതൂർ തോട്ടിൽ. നാട്ടുകാർ ആശങ്കയിൽ. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സമ്മേളനം 22-23 തീയതികളിൽ കാസർഗോഡ് നടക്കും. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പരപ്പച്ചാലിൽ കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസമായി പ്രവാസി വ്യവസായി. ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്തത്. മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സഹായം. കഴിഞ്ഞ ദിവസമായിരുന്നു വയോധികയും കുട്ടികളും താമസിക്കുന്ന വീട് കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ ചേനറ്റാടി തൂക്കപ്പിലാവ് വീട്ടിൽ ജാനകിയുടെ വീടാണ് ജപ്തി ചെയ്തത്. കർഷക തൊഴിലാളിയായ മകൻ വിജേഷ് അമ്മയെ കൂട്ടി ആശുപത്രിയിലേക്ക് പോയ സമയത്തായിരുന്നു ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പുറത്താക്കി സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ട് വീട് പൂട്ടി കേരള ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് പതിച്ചത്. റബ്ബർ തോട്ടം പാട്ടത്തിനെടുക്കുവാൻ വേണ്ടിയാണ് വിജേഷ് 2 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഇതിനിടയിൽ വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് ചികിത്സയിലായതോടെ വായ്പയുടെ തിരിച്ചടവും മുടങ്ങി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബാങ്ക് അധികൃതർ വീട്ടിലെത്തി സാധനങ്ങൾ പുറത്തിട്ട് വീട് സീൽ ചെയ്യുകയായിരുന്നു. കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ വാർത്തയായതിന് പിന്നാലെ പ്രവാസി വ്യവസായിയും ആലപ്പുഴ സ്വദേശിയുമായ ഉണ്ണികൃഷ്ണനാണ് കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തത്. ബാങ്കിലെ മുഴുവൻ തുകയും അടച്ച് ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കി. പിന്നാലെ ബാങ്ക് അധികൃതർ വീട് തുറന്നു നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് AWFFI മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF പെൻഷൻ ഗ്രാറ്റുവിറ്റി എന്നിവ നൽകുക, ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക, ബജറ്റിൽ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് AWFFI മഞ്ചേശ്വരം ഏരിയ നേതൃത്വത്തിൽ ഉപ്പളയിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. അതോടൊപ്പം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻസെൻറ്റീവും ഓണറേറിയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ ഒരു നിശ്ചിതമായ ശമ്പളം ഒരു വേതനം കിട്ടുകയുള്ളൂ. തൊഴിലാളികളായി അംഗീകരിക്കണം, അതാണ് CITU ആവശ്യപ്പെടുന്നത്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് C. ജലജ അധ്യക്ഷത വഹിച്ചു. KN ശുഭ സ്വാഗതം പറഞ്ഞു. CITU നേതാക്കളായ പ്രശാന്ത് കണില, C. കമലാക്ഷ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തും പരിസരങ്ങളിലും പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. കർണാടക സ്വദേശി ഉൾപ്പെടെ പിടിയിലായവരിൽ നിന്ന് 25 ഗ്രാം MDMA-യും മയക്കുമരുന്ന് വിറ്റ് കിട്ടിയതെന്ന് കരുതുന്ന 7 ലക്ഷം രൂപയും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. കുഞ്ചത്തൂർ മാടിയിലെ ഖലീൽ മൻസിലിൽ അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. കുഞ്ചത്തൂർ ഉദ്യാവർ മാട ഹൗസിലെ അല്ലാം ഇക്ബാൽ, ഉപ്പള ശാരദാനഗർ മണിമുണ്ട ഹൗസിലെ മുഹമ്മദ് ഫിറോസ് എന്നിവരെ വ്യാഴാഴ്ച പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നാണ് മറ്റ് 2 പേർ പിടിയിലായതെന്നറിയുന്നു. പിടിയിലായ മുഹമ്മദ് മൻസൂർ കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ അൻവർ വിദേശത്ത് നിന്ന് മടങ്ങി വന്ന ശേഷം മാസങ്ങളായി ലഹരി വിൽപ്പന നടത്തുകയായിരുന്നുവത്രേ. കേരള കർണാടക കേന്ദ്രീകരിച്ച് സുപ്രധാന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സൂചിപ്പിച്ചു.
ജില്ലാ പോലീസ് ചീഫ് ഡി ശില്പ, ഡിവൈഎസ്പി CK സുനിൽകുമാർ എന്നിവരുടെ നിർദ്ദേശമനുസരിച്ച് മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാർ, SI-മാരായ രതീഷ് ഗോപി, ഉമേഷ്, ASI മധുസൂദനൻ, ധനേഷ്, അബ്ദുൽ ഷുക്കൂർ, നിജിൻ കുമാർ, സോണിയ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൌക്കി കമ്പാർ റോഡിലെ അപകടമുയർത്തുന്ന ഭാഗം നന്നാക്കുവാൻ നടപടിയൊരുങ്ങുന്നത് വാർഡ് മെമ്പർ ഷമീമ സാദിഖ് നടത്തിയ ഇടപെടലിലെന്ന് INL. ആദ്യഘട്ടത്തിൽ തന്നെ വിഷയത്തിൽ PWD എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പ്രവൃത്തിക്കായി 3 മാസം മുൻപ് RC വർക്കിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റിന് അയച്ചതുമാണ്. അവസാന നിമിഷം മാത്രമാണ് MLA സ്ഥലം സന്ദർശിച്ചതെന്നും ഇതിന് പിന്നാലെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുകയാണെന്നും INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം പറഞ്ഞു. റോഡരിക് ഇടിഞ്ഞു വീണ് ഓവുചാൽ വലുതായി അപകട ഭീഷണി ഉയർത്തുന്ന ചൌക്കി ദൊഡ്ഡിയിലെ ഭാഗം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡംഗമായ ഷമീമ സാദിഖ് ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിരുന്നതായി INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം പറഞ്ഞു. ഷമീമ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ PWD എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് പ്രവൃത്തിക്കായി 3 മാസം മുൻപ് RC വർക്കിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റിന് അയക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇവിടെ ഓട്ടോ ഡ്രൈവർ അപകടത്തിൽപ്പെടുകയും ചൌക്കിയിലെ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്ത സംഭവമുണ്ടായത്. അപ്പോൾ മാത്രമാണ് എന്നെ നെല്ലിക്കുന്നി MLA സ്ഥലം സന്ദർശിച്ചതെന്നും ഇതിന് പിന്നാലെ വാർഡംഗത്തിൻ്റെ ഇടപെടലിൽ നടപടിയൊരുങ്ങിയ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണെന്നും അസീസ് കടപ്പുറം പറഞ്ഞു. നിരന്തരമായി അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഷമീമ സാദിഖ് ഇടപെടുകയും ഷമീമ സാദിഖ് PWD അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ആ നിമിഷത്തിൽ തന്നെ വിവരം അറിയിക്കുകയും കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് PWD അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അവിടെ വരികയും അവർ RC വർക്കിൽ ഉൾപ്പെടുത്തി 6/12/2024 എസ്റ്റിമേറ്റിന് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം അടുത്ത ഏപ്രിലിനുള്ളിൽ തന്നെ അതിൻ്റെ റിപ്പയർ വർക്ക് തുടങ്ങുമെന്നാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പഞ്ചായത്ത് മെമ്പറോടും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ അവസാനം ഒരു ഓട്ടോറിക്ഷ ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒന്നടങ്കം പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ അവിടെ MLA ഏറ്റവും അവസാനമായിട്ടാണ് വന്നത്. കഴിഞ്ഞ 6 മാസക്കാലം ആ വഴി നിരന്തരമായ പോയ MLA ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഈ 6 മാസമായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട MLAയോ ഈ PWDക്ക് പിന്നെ അവരുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ആ പ്രദേശം സന്ദർശിക്കുകയോ ജനങ്ങൾക്ക് ആശ്വാസമായിട്ടൊരു വാക്ക് പോലും പറയാൻ തയ്യാറാവത്തിൽ ഞങ്ങൾക്കൊക്കെ പ്രതിഷേധമുണ്ട്. ഈ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇത്തരം ശ്രമങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും അസീസ് കടപ്പുറം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് 67ാം സംസ്ഥാന സമ്മേളനം 22-23 തീയതികളിൽ കാസർഗോഡ് നടക്കും. മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം, പൊതുസമ്മേളനം എന്നിവ നടക്കും. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി 700ഓളം അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം, ജനാധിപത്യം, ഫെഡറലിസം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പകരം വർഗീയ കോർപ്പറേറ്റ് നയങ്ങൾക്ക് ഊന്നൽ നൽകുകയും അധികാര കേന്ദ്രീകരണം ലക്ഷ്യം വയ്ക്കുന്നതുമാണ് കേന്ദ്ര നയമെന്നും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് UGCയുടെ പുതിയ കരട് നയരേഖയെന്നും ഭാരവാഹികൾ പറഞ്ഞു. UGCയെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുവാനുള്ള കേന്ദ്ര നീക്കത്തെ ചെറുക്കേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരേണ്ടതുമുണ്ട്. അക്കാദമിക് മേഖലയിൽ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ ഗുണകരമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതുമുണ്ട്. ഇതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിലുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതാണ് ആദ്യത്തെ സെഷനുള്ളത്. ഈ സെഷനിൽ FSCTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ സെമിനാറാണ്. വിദ്യാഭ്യാസ സെമിനാറിൽ UGC കരട് നയരേഖ 2025 വെല്ലുവിളികളും പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയത്തിൽ
KCHR ഡയറക്ടർ ഡോക്ടർ KN ഗണേഷ് മുഖ്യ പ്രഭാഷണം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കും. തുടർന്ന് ഈ വിഷയത്തിലുള്ള ചർച്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം 5 മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. ഈ പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കായിക വഖഫ് ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹിമാൻ ആണ് മുഖ്യ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുന്നത്. TMA കരീം, സംഘടനാ നേതാക്കളായ ഡോക്ടർ മുഹമ്മദ് റഫീഖ്, ഡോക്ടർ N. മനോജ്, ഡോക്ടർ സംഗീത നമ്പ്യാർ, ആസിഫ് ഇക്ബാൽ, സജിത് കുമാർ P എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ആശുപത്രികളിലെയും ഹോട്ടലുകളിലെയും മലിനജലം ഒഴുക്കിവിടുന്നത് ബങ്കരക്കുന്ന് കുതൂർ തോട്ടിൽ. നാട്ടുകാർ ആശങ്കയിൽ. പുഴകളും തോടുകളും മലിനമാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. കാസർഗോഡ് നഗരത്തിലെ ആശുപത്രികളിലെയും ചില ഹോട്ടലുകൾ, ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെയും മലിനജലം നെല്ലിക്കുന്ന് ബങ്കരക്കുന്ന് കുതൂർ തോട്ടിൽ ഒഴുക്കിവിടുന്നത് കാരണം നാട്ടുകാർ ആശങ്കയിൽ. വർഷങ്ങളായി അടുക്കത്ത് ബയൽ നെല്ലിക്കുന്ന് പാലം, പള്ളംപുഴ വഴിയുള്ള വലിയ തോടുകളിലാണ് മലിനജലം ഒഴുകുന്നത്. ഇത് കാരണം ഈ തോടുകളുടെ പരിസരത്ത് കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. തോടുകൾക്ക് മുകളിൽ ചില സ്ഥലങ്ങളിൽ വലിയ സ്ലാബുകൾ അധികൃതർ പണിതിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും തുറന്ന സ്ഥിതിയിലാണ്. മലിനജലത്തിന് പുറമെ ഭക്ഷണാവശിഷ്ടങ്ങളുടെയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളുടെയും വലിയ ശേഖരങ്ങളായി കെട്ടിക്കിടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മാലിന്യത്തിൽ നിന്നും രൂക്ഷഗന്ധമുയരുകയാണ്. മാലിന്യം തള്ളുന്നത് കാരണം മലിനജലം ഒഴുകിപ്പോകുന്നില്ല. മഴക്കാലത്ത് സമൃദ്ധമായി ഒഴുകിയ തോട്ടിൽ അപൂർവ മത്സ്യങ്ങളും ജലജീവികളും ഉണ്ടായിരുന്നു. മാലിന്യം തള്ളുന്നതിനെതിരെ നഗരസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും ഫലിക്കുന്നില്ല. തോടുകൾക്ക് സമീപത്ത് നിരവധി കിണറുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. വേനൽ കടുക്കുന്നതോടെ മലിനജലം കിണറിൽ കലർന്ന് മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗം പടരുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പുഴകളും തോടുകളും മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വെന്തുരുകുന്ന വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണിമത്തൻ വിപണി സജീവം. റമദാൻ മാസം കൂടിയായതിനാൽ തണ്ണിമത്തന് ആവശ്യക്കാരേറെയാണ്. നായന്മാർ മൂലയിലെ ആംഗ്രി ബേർഡ് ഷാഫി വിദ്യാനഗർ ഉളിയത്തടുക്ക റോഡിൽ നടത്തുന്ന വ്യാപാര കേന്ദ്രത്തിൽ നിരവധി പേരാണ് തണ്ണിമത്തൻ വാങ്ങുവാനെത്തുന്നത്. വിലക്കുറവാണ് എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. കനത്ത വേനൽ ചൂടിന് ആശ്വാസമായി കാസർഗോഡിൻ്റെ വഴിയോരങ്ങളിൽ തണ്ണിമത്തൻ വിപണി സജീവമാണ്. വേനൽക്കാലത്ത് ശരീരത്തിനുണ്ടാകുന്ന ജലനഷ്ടം കുറയ്ക്കുവാനും ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കുവാനും ഏറെ ഫലപ്രദമായതിനാൽ തണ്ണിമത്തൻ വാങ്ങുവാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് ഓരോ ഇടങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചാണ് പ്രധാനമായും തണ്ണിമത്തൻ കച്ചവടം. നഗരത്തിലെ മൊത്തക്കച്ചവടക്കാരിൽ നിന്നും വാങ്ങി വിവിധയിടങ്ങളിൽ ചെറുകിട കച്ചവടവും സജീവമാണ്. പാതയോരങ്ങളിൽ തന്നെയുള്ള തണൽ ഭാഗങ്ങൾ കണ്ടെത്തി വൻതോതിൽ ലോഡിറക്കിയുള്ള മൊത്തക്കച്ചവടവുമുണ്ട്. ഇത്തരത്തിൽ നായന്മാർ മൂലയിലെ ആംഗ്രി ബേർഡ് ഷാഫി വിദ്യാനഗർ ഉളിയത്തടുക്ക റോഡിൽ നടത്തുന്ന തണ്ണിമത്തൻ മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിലക്കുറവാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ചെന്നൈയിൽ നിന്നുമാണ് ഷാഫി തണ്ണിമത്തൻ എത്തിക്കുന്നത്. വൻതോതിൽ ഇറക്കുന്നതിനാലാണ് വില കുറച്ച് നൽകുവാൻ സാധിക്കുന്നതെന്ന് ഷാഫി KCN ന്യൂസിനോട് പറഞ്ഞു. തണ്ണിമത്തൻ കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മദ്രാസ് ചെന്നൈൻ്റെ മത്തക്കാണ് ഇവിടെ കൊടുക്കുന്നുള്ള തണ്ണിമത്തന്. വില ഓഫറാക്കിയിട്ട് 14 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കിലോ. ഷമാമ് 3 കിലോ 100 കൊടുക്കുന്നുണ്ട്. വിപണിയിൽ നല്ല തിരക്കുണ്ട്. ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആൾ കൂടുതലായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം നല്ല കച്ചവടമുണ്ട്. തണ്ണിമത്തൻ കൂടാതെ ഷമാമും ഷാഫി കച്ചവടം ചെയ്യുന്നു. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് തണ്ണിമത്തൻ വാങ്ങുവാൻ ഇവിടെ എത്തുന്നത്. വിലക്കുറവറിഞ്ഞ് ദൂരദിക്കിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നു. വേനൽ ചൂടിന് മാത്രം അപേക്ഷയല്ല, നമ്മൾ റംസാൻ നോമ്പും കൂടിയാണ്. എന്നാൽ ഇത്രയും ചെറിയ വിലക്ക് ഈ കിലോന് 14, അതായത് റംസാൻ നോമ്പ് തുടങ്ങിയ മുമ്പ് ഏകദേശം കിലോന് 30 രൂപ വിലയുണ്ടായിരുന്ന തണ്ണിമത്തങ്ങ ഇപ്പോൾ 14 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. തീർച്ചയായിട്ടും ഈ വിദ്യാനഗർ ഏരിയയിൽ, കാസർഗോഡ് ഏകദേശം മുനിസിപ്പാലിറ്റി ഏരിയയിൽപ്പെട്ട ഇവിടെ ഈ തണ്ണിമത്തം 14 രൂപയ്ക്ക് കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. അതിനാൽ വളരെ നല്ല സന്തോഷമാണ്. ഇവിടെ ഞമ്മല്ലാം എടുക്കുന്നുണ്ട് അല്ലേ, നമ്മന്നല്ല എല്ലാവരും പറഞ്ഞു ചെയ്യുന്നത്.
എല്ലാവരോട് പറഞ്ഞു ഇവിടെ കുറച്ച് ദൂരമുണ്ട് കുറിയെല്ലാം വത്തക്കാക്ക് ജോറിയുടെ കറക്കിലുണ്ട് എല്ലാം ഇല്ലെങ്കിൽ 20-25 എല്ലാം വില കിട്ടും. റമദാൻ മാസം കൂടിയായതിനാൽ തണ്ണിമത്തൻ വിപണിയിൽ കച്ചവടം തകൃതിയാണ്. ഇഫ്താർ സംഗമങ്ങളിലേക്കുൾപ്പെടെ കിലോ കണക്കിന് തണ്ണിമത്തൻ വിറ്റുപോകുന്നുണ്ട്. ഇത്തരത്തിൽ കത്തുന്ന ചൂടിൽ തണ്ണിമത്തനുകളുടെ വിൽപ്പന കൂടുന്നതിലൂടെ വ്യാപാരികളുടെ ഉള്ളം കുളിരുകയാണ്. വേനൽ ചൂട് കടുത്തതോടെ തണ്ണിമത്തൻ വിപണിയും സജീവമാണ്. കത്തുന്ന ചൂടിൽ തണ്ണിമത്തൻ നൽകുന്ന മധുരത്തിനും തണുപ്പിനും പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല എന്നതാണ് വാസ്തവം. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. വലിയ പറമ്പിലേക്കുള്ള പ്രവേശന കവാടമായി അറിയപ്പെടുന്ന ഇടയിലക്കാട്ടെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കെണി. ഇടയിലക്കാട്ടെ പാതയിൽ വളവുകളിൽ ഉൾപ്പെടെ കിളച്ചിട്ട കരിങ്കൽ ചീളുകളിൽ കയറി നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനയാത്രക്കാർ കടന്നുപോകുന്ന പാതയിലാണ് അപകടമുണ്ടാക്കുന്ന തരത്തിൽ കല്ലുകൾ ഇളകിത്തെറിച്ചിട്ടുള്ളത്. പാതയുടെ 2 ഭാഗത്തുമിട്ടിട്ടുള്ള കരിങ്കൽ ചീളുകൾ ഇടയിലക്കാട് ബണ്ട് കഴിഞ്ഞുള്ള വളവിലും റൈസ് മില്ലിന് മുന്നിലുള്ള വളവിലും ഇടയിലക്കാട് നാഗം ജംഗ്ഷനിലും വേണുഗോപാല ക്ഷേത്രം വളവിലുമാണ് അപകടക്കെണിയായിട്ടുള്ളത്. കുടിവെള്ള പൈപ്പുകൾ കൊണ്ടുപോകുവാനെടുത്ത കുഴികളിൽ മണ്ണ് മൂടി അതിനു മുകളിൽ അശാസ്ത്രീയമായ രീതിയിൽ കരിങ്കൽ ചീളുകൾ നിരത്തിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാത്തതുമൂലമാണ് ഇളകിത്തെറിച്ചിട്ടുള്ളത്. ഇടയിലക്കാട് റൈസ് മിൽ പരിസരത്തെ വളവിൽ സ്ത്രീ ഓടിച്ച സ്കൂട്ടർ കരിങ്കൽ ചീളുകളിൽ കയറി നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നി വീഴുകയായിരുന്നു. വളവിലെ കുളത്തിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ്. അപകടം നടന്ന് സെക്കൻഡുകൾക്കകം ഇതുവഴി മിനി ബസ് കടന്നുപോകുകയും ചെയ്തു. യാത്രക്കാരിക്ക് നിസാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും തെന്നി വീണിരുന്നു. ഇതുവഴി കടന്നുപോകുന്ന ടിപ്പറുകളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വളവുകളിൽ പാതയുടെ നടുവിലേക്ക് കരിങ്കൽ ചീളുകൾ തെറിച്ചു വീഴുകയാണ്. ഇളകിത്തെറിച്ച ചീളുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കയറിയാണ് അപകടമുണ്ടാകുന്നത്. റീടാറിംഗ് പ്രവൃത്തി മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ അരികിലേക്ക് മാറ്റി കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലാവും കലാശിക്കുക. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പഞ്ചായത്ത് ഹിൽ സൈഡിനും വിനോദ് റാവുവിനും ഇടയിലുള്ള 87 മീറ്റർ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മുതിർന്ന പൗരൻ പള്ളിക്കുഞ്ഞി ഹാജി റോഡ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹിൽ സൈഡിനും വിനോദ് റാവുവിനും ഇടയിലുള്ള 87 മീറ്റർ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നാടിന്റെ മുതിർന്ന പൗരൻ പള്ളിക്കുഞ്ഞി ഹാജി റോഡ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. പുതിയ റോഡിന്റെ നിർമ്മാണം ഗ്രാമത്തിലെ ഗതാഗത സംവിധാനം സുഗമമാക്കുകയും നാട്ടുകാർക്ക് പ്രയോജനകരമാവുകയും ചെയ്യുമെന്നും മഞ്ചേശ്വരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റൊരു പുരോഗമനപരമായ ചുവടുവയ്പ്പാണിതെന്നും നാട്ടുകാർ പറഞ്ഞു. ചടങ്ങിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ്, പ്രാദേശിക നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് പരിപാടി സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് പരിപാടി വെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. KMCCയുടെ സേവനങ്ങൾ മാതൃകാപരമാണെന്നും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പലതും കേരളീയ സമൂഹത്തിന് അഭിമാനമാണെന്നും A. അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമൽ, ഹനീഫ് ചെർക്കള തുടങ്ങിയവർ സംബന്ധിച്ചു. ഹനീഫ് TR സ്വാഗതവും ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബായാർ റെഡ് ആർമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പൈവളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി K. ഉദ്ഘാടനം ചെയ്തു. റെഡ് ആർമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബായാറിന്റെ നേതൃത്വത്തിൽ ബായാർ പദവിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ഗ്രാൻഡ് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പൈവളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി K. ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പുരുഷോത്തമ ബെള്ളൂർ അധ്യക്ഷത വഹിച്ചു. വിനയ് കുമാർ ബായാർ സ്വാഗതം പറഞ്ഞു.
പൈവളികെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റസാഖ് ചിപ്പാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെഡ് എ കയ്യാർ, പഞ്ചായത്ത് മെമ്പറായ റഹ്മത്ത്, ഹാരിസ് പൈവളികെ, എം ചന്ദ്രനായിക് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാതെ നിലക്കാണ് ഈ ഡ്രഗ്സിൻ്റെ ഓരോ വിപത്തും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ യുവജന സംഘടനകളൊക്കെയും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു വിഭാഗത്തെ വർഗീയ ശക്തികൾ ശ്രമിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഇവിടെ നാം എല്ലാവരും ഇന്ത്യക്കാരാണ്, നാം എല്ലാവരും മനുഷ്യരാണ്, നാം എല്ലാം ഒന്ന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെഡ് ആർമിയുടെ ചെറുപ്പക്കാർ ഇതുപോലുള്ള ഇഫ്താർ കൂട്ട സംഘടിപ്പിക്കുമ്പോൾ അത് നമുക്കാകെ ഒരു മാതൃകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടന്ന ഇഫ്താർ സംഗമത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. അജാനൂർ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി അജാനൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അവതരിപ്പിച്ചു. 2021 19,44,08,084 രൂപയായിരുന്നു ആകെ അടവ്. 9,94,27,548 രൂപ ചെലവഴിച്ചു. 3,07,09,439 രൂപയായിരുന്നു ജനറൽ പദ്ധതി വിഹിതം. ഇതിൽ 2,82,62,535 രൂപ ചെലവഴിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ 29,34,106 രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയത്. 19,45,484 രൂപ ചെലവഴിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽ ലഭ്യമായ 14,92,627 രൂപയിൽ 10,64,727 രൂപയും ചെലവഴിച്ചു. ധനകാര്യ കമ്മീഷൻ വിഹിതമായി ലഭ്യമായത് 1,86,07,707 രൂപയാണ്. ആരോഗ്യഗ്രാമം എന്ന പേരിൽ സമഗ്ര ആരോഗ്യ പദ്ധതി ഉൾക്കൊള്ളുന്ന ബജറ്റിൽ പദ്ധതിക്കായി 1.5 കോടിയാണ് വകയിരുത്തിയത്. അതിദാരിദ്ര്യ പട്ടികയിലുള്ള കുടുംബങ്ങൾക്കുള്ള ആരോഗ്യ പരിപാടി, ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ശാക്തീകരണം, ഡയാലിസിസ് രോഗികളുടെ ധനസഹായം, ഡയാലിസിസ് യൂണിറ്റിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ജീവിതശൈലി രോഗനിയന്ത്രണം, അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ തുടങ്ങിയവയാണ് പദ്ധതിയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്ലീൻ ഊര് പദ്ധതിക്കായി 2 ലക്ഷവും വകയിരുത്തി. കാർഷിക മേഖലയ്ക്കായി 1 കോടിയും ക്ഷീരഗ്രാമം പദ്ധതിക്കായി 29.90 ലക്ഷവും വകയിരുത്തി. മീൻ വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു മീൻതോട്ടം പദ്ധതി എന്നിവയും നടപ്പിലാക്കും. ടൂറിസം സർക്യൂട്ട് പദ്ധതിക്കായി 10 ലക്ഷവും വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി 10 ലക്ഷവും വകയിരുത്തി. പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിനായി 3.60 കോടിയും നീക്കിവെച്ചു. വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് 2 ലക്ഷവും മരുന്ന് വാങ്ങാനായി 5 ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ അമ്പലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ബല്ല അടമ്പിൽ അഴീക്കോടൻ സ്മാരക ഗ്രന്ഥശാല പരിസരത്ത് വെച്ച് ഹോസ്തുർ BPC ഡോക്ടർ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ അമ്പലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം ബല്ല അടമ്പിൽ അഴീക്കോടൻ സ്മാരക ഗ്രന്ഥശാല പരിസരത്ത് വെച്ചാണ് നടന്നത്. ഹോസ്തുർഗ BPC ഡോക്ടർ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ലാസ് മുറിയിലും സ്കൂളിലും നടക്കേണ്ട പഠന പ്രവർത്തനം എന്തിനാണ് അഴീക്കോടൻ അല്ലെങ്കിൽ ബല്ല എന്ന് പറയുന്ന ഈ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുമ്പിൽ നടത്തുന്നതോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ ക്രമം മാറി ജനകീയ വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ജൂൺ മാസം 1-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി ആരംഭിച്ച് ഇതാ മാർച്ച് 30 പഠനോത്സവത്തോടു കൂടി ഒരു വർഷക്കാലത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾ സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി 10ാം വാർഡ് കൗൺസിലർ KV സുശീല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ K രവീന്ദ്രൻ, മടിക്കൈ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രാജൻ, PTA പ്രസിഡന്റ് M പത്മനാഭൻ, മദർ PTA പ്രസിഡന്റ് ചിന്താമണി, CRC കോർഡിനേറ്റർ സജീഷ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സീമ P നന്ദി പ്രകാശിപ്പിച്ചു.
2024-25 അധ്യയന വർഷം കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങളുടെ പ്രകടനവും നടന്നു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, കല, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും കുട്ടികൾ നേടിയ ശേഷികളാണ് സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അഴീക്കോടൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പരപ്പച്ചാലിൽ കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസമായി പ്രവാസി വ്യവസായി. ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്തത്. ആശാ വർക്കേഴ്സ് AWFFI മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ചൌക്കി കമ്പാർ റോഡിലെ അപകടമുയർത്തുന്ന ഭാഗം നന്നാക്കുവാൻ നടപടിയൊരുങ്ങുന്നു. വാർഡ് മെമ്പർ ഷമീമ സാദിഖ് നൽകിയ ഇടപെടലിലെന്ന് INL. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. 7 ലക്ഷം രൂപയും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. കാസർഗോഡ് നഗരത്തിലെ ആശുപത്രികളിലെയും ഹോട്ടലുകളിലെയും മലിനജലം ഒഴുക്കിവിടുന്നത് ബങ്കരക്കുന്ന് കുതൂർ തോട്ടിൽ. നാട്ടുകാർ ആശങ്കയിൽ. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സമ്മേളനം 22-23 തീയതികളിൽ കാസർഗോഡ് നടക്കും. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.